ഹലോ വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സിസ്റ്റം കോൾസ് ആണ്. സിസ്റ്റം കോൾസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം യൂസർ മോഡ് എന്താണ്, കേർണൽ മോഡ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ട ശേഷം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കുറേയും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതിൽ നിന്ന് കുറച്ചെണ്ണം സിസ്റ്റം കോൾസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞേക്കുന്ന യൂസർ മോഡ് കേർണൽ മോഡിൽ നിന്ന് തുടങ്ങാം. ഒരു പ്രോസസ് എക്സിക്യൂഷന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ യൂസർ മോഡിലോ കേർണൽ മോഡിലോ ആയിട്ടാണ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ കേർണൽ മോഡിന്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. മെയിൻ മെമ്മറിനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഹാർഡ്വെയർ റിസോഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു ഡയറക്റ്റ് ആക്സസിങ് ഉള്ള ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇവിടെ കേർണൽ മോഡിൽ നടക്കുന്നത്. സോ അതിനെ കൊണ്ട് തന്നെ അത് പ്രിവിലേജ്ഡ് മോഡ് അല്ലെങ്കിൽ പവർഫുൾ മോഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രിവിലേജ് മീൻസ് കുറേ പ്രോസസ്സുകൾ ചെയ്യാനുള്ള പ്രിവിലേജസ് എല്ലാം ഈ കേർണൽ മോഡിൽ ഉണ്ടായിരിക്കുന്നു. പിന്നെ ഇതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് തന്നെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള മോഡ് ആയത് കാരണം തന്നെ പെട്ടെന്ന് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ അതോടൊപ്പം അതിനെ കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ കേർണൽ മോഡിൽ ഒരു പ്രോസസ് എക്സിക്യൂഷൻ വന്നു കഴിഞ്ഞു, ആ പ്രോസസ്സിന് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ക്രാഷ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി ആ കേർണൽ മോഡ് എന്ന് പറയുമ്പോൾ കേർണലിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡയറക്റ്റ് ഇരുന്നിട്ടാണ് ആ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ആ പ്രോസസ്സ് ക്രാഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ക്രാഷ് ആവാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലായിരുന്നു. ദാറ്റ് മീൻസ് അവിടെ സേഫ് മോഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് യൂസർ മോഡിലോട്ട് വരാം. യൂസർ മോഡിന്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന മെമ്മറി അഡ്രസ്സിനോ അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ്സസിനെ ഒന്നും ഡയറക്റ്റ് ആക്സസിങ് എന്നുള്ളത് പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു റിസ്ക്, കേർണൽ മോഡിൽ ഉണ്ടായിരുന്ന ആ ഒരു റിസ്ക് ഇവിടെ കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇവിടെ ഒരു പ്രോസസ് എക്സിക്യൂഷൻ യൂസർ മോഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിന് എന്തെങ്കിലും ക്രാഷ് വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കലും അത് കേർണലിനെ, ദാറ്റ് മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കേർണൽ എന്ന് പറയുന്നത് മെമ്മറിയിലെ വേറൊരു പാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേറൊരു സൈഡിൽ സേഫ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇതിവിടെ വേറെ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും ക്രാഷ് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താൽ മതി. ഒരിക്കലും അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഇഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്ന് പറയുന്നത് നമുക്ക് സേഫ് മോഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും അതേപോലെ തന്നെ സിസ്റ്റത്തിന്റെ സേഫ്റ്റി മെഷർ ചെയ്തുകൊണ്ട് തന്നെ വരുന്ന പ്രോഗ്രാംസ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ഒരു മോഡ് കൂടിയാണ് യൂസർ മോഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ പ്രിവിലേജസും കേർണൽ മോഡിലാണ്. ദാറ്റ് മീൻസ് മെമ്മറി ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴും അതേപോലെ തന്നെ റിസോഴ്സസ്, ഹാർഡ്വെയർ റിസോഴ്സസിനെ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്തും ഉറപ്പായിട്ടും അതിന്റെ പ്രിവിലേജസ് എല്ലാം ഇരിക്കുന്നത് കേർണൽ മോഡാണ്. അപ്പോൾ യൂസർ മോഡിൽ ഒരു പ്രോസസ് എക്സിക്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് മെയിൻ മെമ്മറി ആവശ്യമായിട്ട് വരാം, അതേപോലെ തന്നെ ഹാർഡ്വെയർ റിസോഴ്സസ് ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനത്തെ കേസിൽ ഈ ഒരു മോഡിൽ നിന്നിട്ട് ആ പ്രോസസ്സ് എങ്ങനെ അത് ആക്സസ് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സിസ്റ്റം കോൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് യൂസർ മോഡിൽ വരുന്ന പ്രോസസ്സിൻ്റെ ഉള്ളിൽ സിസ്റ്റം കോൾസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം കോൾസ് ആ സമയമാകുമ്പോൾ ഇതിലേക്ക് കേർണൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സ്വിച്ച് ചെയ്തിട്ട് പെർട്ടിക്കുലർ ഇപ്പോൾ റിസോഴ്സ് ആക്സസ് ചെയ്യാനാണെങ്കിൽ റിസോഴ്സ് ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ മെമ്മറി ആക്സസ് ചെയ്യുകയാണെങ്കിൽ മെമ്മറി ആക്സസ് ചെയ്യുക. അത് കേർണൽ മോഡിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം തിരിച്ച് യൂസർ മോഡിലോട്ട് സ്വിച്ച് ചെയ്യും. ദാറ്റ് മീൻസ് ആ സ്വിച്ചിങ്ങിന് പറയുന്ന പേരാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് കേർണൽ മോഡ് എന്ന് പറഞ്ഞു, അതേപോലെ യൂസർ മോഡ് എന്താന്ന് പറഞ്ഞു, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലോട്ടും അതേപോലെ തിരിച്ച് കേർണലിൽ നിന്ന് യൂസർ മോഡിലോട്ടുമുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് സിസ്റ്റം കോൾസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്സ്. വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും പ്രോസസ്സിന്റെ ഇടയ്ക്കുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്നത്. ഇതൊരു കുഞ്ഞു കുഞ്ഞു കമാൻഡ്സ് ആണ്. അതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഫോർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ്, പ്രോസസ്, അങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് ഉണ്ട് സിസ്റ്റം കോൾസിന്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പൊ ഇത്രയാണ് നമുക്ക് സിസ്റ്റം കോൾസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണും. ഇനി ഈ വരുന്ന സിസ്റ്റം കോൾസിനെ തന്നെ, സിസ്റ്റം കോൾസ് ഏത് ഏരിയയിൽ വർക്ക് ചെയ്യുന്നത്, ചില സമയത്ത് അതിന് മെമ്മറി ആയിരിക്കാം ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ചില സമയത്ത് അതിന് ഫയൽസ് ആയിരിക്കാം, ചില സമയത്ത് പ്രോസസ്സിന് വേണ്ടിയിട്ടായിരിക്കാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ ഓഫ് വർക്കിംഗ് ബേസ്ഡ് ഓൺ ദാറ്റ് 5 ടൈപ്സ് ഉണ്ട്. 5 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ സിസ്റ്റം കോൾസിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ് ആ 5 ടൈപ്പ് നോക്കാം. അതിൽ ഫസ്റ്റ് വണ് പ്രോസസ് കൺട്രോള്, ദെൻ ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനിപ്പുലേഷൻ, ഇൻഫോർമേഷൻ മെയിൻ്റനൻസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കോൾസ്. ഇങ്ങനെ 5 ടൈപ്പ് സിസ്റ്റം കോൾസ് ആണ് മെയിൻലി ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വാരി ചെയ്യുന്നതിനനുസരിച്ച് എത്ര സിസ്റ്റം കോൾസ് വേണമെങ്കിലും ആകാം. സോ ഇവിടെ ഫസ്റ്റ് വൺ, അതിൽ നിന്ന് കുറച്ചെണ്ണാണ് നമ്മൾ ഇതിലിപ്പോൾ ഓരോ കാറ്റഗറിയിൽ നിന്നും കുറേശ്ശെ ആണ് ഞാൻ ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട്. സോ ഫസ്റ്റ് വൺ പ്രോസസ് കൺട്രോൾ. പ്രോസസ് കൺട്രോൾ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്ന പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന
ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. സോ അതിന് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ്, എൻഡ്, എബോട്ട്, ഫ്രീ മെമ്മറി, അങ്ങനെ പോകും, കുറേ എണ്ണം ഉണ്ട്. സോ അതിൽ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനേറ്റ് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ. എബോട്ട് എന്ന് പറയുമ്പോൾ എബോട്ട് എൻഡ് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എബോട്ട് എന്ന് പറയുമ്പോൾ സപ്പോസ് ആ പ്രോസസ്സിന് എന്തെങ്കിലും ഒരു ക്രാഷോ എന്തെങ്കിലും ഒരു പ്രോബ്ലം എറർ വന്ന ശേഷം അതിന് അവിടുന്ന് ഹോൾട്ട് ചെയ്യണം, അപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കോളാണ് എബോട്ട് എന്ന് പറയുന്നത്. പിന്നെ ഫ്രീ മെമ്മറി എന്ന് പറയുമ്പോൾ മെമ്മറി ഫ്രീ ആക്കിയിട്ട് ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് മെമ്മറി ഫ്രീ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾ. അങ്ങനെയാണ് പ്രോസസ് കൺട്രോൾ സിസ്റ്റം കോൾസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഫയൽ മാനേജ്മെന്റ്. ഫയൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഫോർമേഷൻസ്, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, ഫോൾഡറിനകത്ത് നമ്മൾ ഡാറ്റാസ് എല്ലാം ഹാർഡ് ഡിസ്കിലായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ അതിനകത്തുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. സോ ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ കമാൻഡ്, ദെൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ് എന്നുള്ള കമാൻഡ് മീൻസ് സിസ്റ്റം കോൾസ്. ഓക്കെ, പിന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ റീഡ് ഫയൽ, അങ്ങനെയുള്ള കുറേ സിസ്റ്റം കോൾസ് ആണ് ഈ പറഞ്ഞ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം കോൾസിൽ വരുന്നത്. നെക്സ്റ്റ് ഡിവൈസ് മാനിപ്പുലേഷൻ. ഡിവൈസ് മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർഡ്വെയർ റിലേറ്റ് ചെയ്ത് റിസോഴ്സസിനായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് ആണ്. അതിൽ റിക്വസ്റ്റ് ഡിവൈസ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിവൈസിനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോഴ്സ് റിലീസ് ചെയ്യാം, മീൻസ് മാറ്റിയിട്ട് വേറെ ഒന്നിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഡിവൈസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ്. ദെൻ റീഡ് ഡിവൈസ്, ആ ഡിവൈസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗെറ്റ് ഡിവൈസ് ആട്രിബ്യൂട്ട്സ്, അതായത് ആ ഡിവൈസിന് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രോപ്പർട്ടീസ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രോപ്പർട്ടീസ് എടുക്കില്ല, അപ്പോൾ പ്രോപ്പർട്ടീസിൽ വരുന്ന ഇൻഫോർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് ഡിവൈസ് ആട്രിബ്യൂട്ട്സ്. അങ്ങനെയുള്ള കുറേ സിസ്റ്റം കോൾസ് ഈ പറയുന്ന ഡിവൈസ് മാനിപ്പുലേഷൻ സിസ്റ്റം കോൾസിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻഫോർമേഷൻ മെയിൻ്റെനൻസ്. ഇൻഫോർമേഷൻ മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ സിസ്റ്റത്തോട് റിലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഗെറ്റ് ടൈം ഓർ ഡേറ്റ്, ദാറ്റ് മീൻസ് സിസ്റ്റത്തിലെ ഡേറ്റ് അതേപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടൈം എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് എല്ലാം വരുന്നത് ഇൻഫോർമേഷൻ മെയിൻ്റെനൻസിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കോൾ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കോൾ എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അത് ഇപ്പോൾ പ്രോസസ്സുകൾക്ക് ഇടയ്ക്കാകാം അല്ലെങ്കിൽ ഡിവൈസസിൻ്റെ ഇടയ്ക്കാകാം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പ്രോസസ്സുകളുടെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് പ്രോസസ്സുകളൊക്കെ വരാം നമ്മളുടെ പ്രോസസ് എക്സിക്യൂഷനകത്ത്. സോ ഒരെണ്ണത്തിന്, ദാറ്റ് മീൻസ് കോപ്പറേറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും. അതായത് ഒരെണ്ണം ഒരു പ്രോസസ്സ് അടുത്ത പ്രോസസ്സായിട്ട് കണക്ഷൻ വരുന്ന ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ നമ്മൾ കോപ്പറേറ്റീവ് പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഉറപ്പായിട്ട് വേണ്ടുന്ന കാര്യം. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം കോൾസ് എല്ലാം വരുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കോൾസിലാണ്. സോ അതിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ഓർ ഡിലീറ്റ് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ, അതൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെൻഡ് ഓർ റിസീവ് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കോൾസ്, അതെല്ലാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കോൾസിൽ വരുന്നതാണ്. മെയിൻലി ഇങ്ങനെ 5 ടൈപ്പ് ആയിട്ടാണ് അപ്പോൾ സിസ്റ്റം കോൾസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ ലിനക്സിലും ഇതുപോലെ സിസ്റ്റം കോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഒരു സിസ്റ്റം കോളാണ് ഫോർക്ക് എന്ന് പറയുന്നത്, പിന്നെ എക്സിക്യൂട്ട് എന്നുള്ള ഒരു സിസ്റ്റം കോൾസ്. അത് രണ്ടും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം കോൾസ് ആണ്. ഗേറ്റ്, നെറ്റ് എക്സാംസിനൊക്കെ ഫോർക്ക് സിസ്റ്റം കോൾസിനെ കുറിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫോർക്ക് സിസ്റ്റം കോൾസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഫോർക്ക് എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഉള്ളത്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ അത്രയും സിസ്റ്റം കോൾസിനെ കുറിച്ചിട്ടുള്ള നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്.